الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയാർന്ന ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാമെ അവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാമെ അവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സംസാരിച്ചത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സലഫു സ്വാലിഹീങ്ങളുടെ പരിശ്രമത്തെ സംബന്ധിച്ചാണ്. അവരുടെ ചിന്തകളിൽ ഏറ്റവും കൂടുതൽ തങ്ങി നിന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത എത്രത്തോളം എന്നാൽ, അടുത്തുകൂടെ ആളുകൾ കടന്നു പോകുന്നതും സലാം പറയുന്നത് പോലും അറിയാത്ത രീതിയിൽ അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചിരുന്നു എന്നാണ്. അപ്പോൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിക്കുന്ന രക്ഷാമാർഗങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയണം, അത് പ്രാവർത്തികമാക്കണം. അങ്ങനെ ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സംസാരിച്ചത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിരന്തരം അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുക, ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിന് വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. മനുഷ്യജീവിതത്തിൽ ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതിൽ, അവൻ്റെ സന്തോഷത്തെയും ദുഃഖത്തെയുമെല്ലാം പ്രതിഫലിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, ദിക്റുകൾ. ഇത് യഥാവിധം ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് പ്രകാരം നിർവഹിച്ചാൽ അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ പ്രതിഫലനം അവൻ്റെ ജീവിതത്തിൽ അവനക്ക് അനുഭവിക്കാൻ സാധിക്കും. ഓരോ ദിവസവും അനുഭവിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്ന അദ്കാറുകൾ, വ്യത്യസ്തങ്ങളായ ദിക്റുകളുണ്ട്. നിർബന്ധമായും ചൊല്ലേണ്ടതുണ്ട്, ഐച്ഛികമായവകളുണ്ട്. 5 നേരത്തെ നമസ്കാരം നിർബന്ധമായ സ്മരണയാണ്, അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ്. അഖിമിസ് സ്വലാത്ത ലിദിക്രി, സ്മരണയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ദിക്റാണ്. അതേപോലെ തന്നെ പ്രഭാതത്തിലും പ്രദോഷത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്ന അദ്കാറുകളുണ്ട്. സുബ്ഹിന് ശേഷം ചൊല്ലേണ്ട ദിക്റുകൾ, അസ്റിന് ശേഷം ചൊല്ലേണ്ട ദിക്റുകൾ, ഓരോ നമസ്കാരങ്ങൾക്കും ശേഷം പഠിപ്പിക്കപ്പെട്ടവകൾ, പ്രഭാതത്തിൽ ഉണരുമ്പോൾ, രാത്രി കിടന്നുറങ്ങുമ്പോൾ, ഓരോ സന്ദർഭങ്ങളിൽ, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അദ്കാറുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന അദ്കാറുകൾ പലപ്പോഴും ആളുകൾ തുലോം വിരളമാണ് നിർവഹിക്കുന്നത്.
എന്നാൽ പഠിപ്പിക്കപ്പെടാത്ത ധാരാളം അദ്കാറുകൾ എഴുതിയുണ്ടാക്കപ്പെട്ടിട്ടുണ്ട് പല ഏടുകളിലായി. അതിനുവേണ്ടി ധാരാളം സമയങ്ങളും ആളുകൾ ചെലവഴിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്ന അദ്കാറുകൾ പലപ്പോഴും ആളുകൾ അതിൽ വ്യാപൃതരാകുന്നത് കുറവാണ്. പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും എല്ലാം അദ്കാറുകൾ സലഫു സ്വാലിഹീങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കണ്ടതാണ്. സുബ്ഹിന് ശേഷം അതിന് സമയം കണ്ടെത്തുക, അസ്റിന് ശേഷം അതിന് സമയം കണ്ടെത്തുക. ഒരാൾ സുബ്ഹിന് ശേഷം ചൊല്ലേണ്ട അദ്കാറുകൾ നിർവഹിച്ചുകൊണ്ട് അവന്റെ ഒരു ദിവസം ആരംഭിച്ചാൽ ആ ദിവസത്തിൽ അതിന്റെ പ്രത്യേകത അവൻ അനുഭവിക്കാൻ സാധിക്കും. തീർച്ചയാണ് ഒരു ദിവസം അത് ചൊല്ലിയില്ലെങ്കിൽ ചൊല്ലിയ ദിവസത്തെ പോലെ ആയിരിക്കില്ല ചൊല്ലാത്ത ദിവസം. ഇത് ഏതൊരാൾക്കും അനുഭവിക്കാൻ സാധിക്കും. പക്ഷെ അത് പ്രാവർത്തികമായി അനുഭവിക്കേണ്ടതുണ്ട്. അദ്കാറുകളുടെ ശ്രേഷ്ഠത വലിയ ശ്രേഷ്ഠതയാണ്. പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ധാരാളക്കണക്കിന് അത് പരാമർശിക്കപ്പെടുന്നുണ്ട്. ഒരു ഹദീസ് കാണാം, ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നതാണ്. 3 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. അവർ ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ യക്ഫീനിഹിം, ആരാണ് ഇവരുടെ ആതിഥ്യം ഏറ്റെടുക്കുക? അപ്പോൾ ത്വലഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ അവരുടെ ആതിഥ്യം ഏറ്റെടുത്തുകൊള്ളാം. അങ്ങനെ ത്വലഹ റളിയല്ലാഹു അൻഹു അവരെയും കൊണ്ടുപോയി അവർക്ക് ആതിഥ്യമരുളി. എന്നിട്ട് ത്വലഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങനെ ഇരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സൈന്യത്തെ നിയോഗിച്ചു. അതിൽ ഒരാൾ പുറപ്പെടുകയും വന്നിരിക്കുന്ന 3 ആളുകളിൽ ഒരാൾ പുറപ്പെട്ടു. അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു. വീണ്ടും മറ്റൊരു യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യത്തെ നിയോഗിച്ചു. 2ാമത്തെ ആൾ അതിൽ പുറപ്പെടുകയും അദ്ദേഹം രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. വവല്ല സാലിസു ഹത്താ അതത്ഹുൽ മനിയ്യ അലാ ഫിറാശിഹി ഫമാത അലാ ഫിറാശിഹി, 3ാമത്തെ ആൾക്ക് മരണം ആസന്നമാകുന്നത് അദ്ദേഹത്തിന്റെ വിരിപ്പിൽ കിടന്നുകൊണ്ടാണ്. 3ാമത്തെ ആൾ സ്വാഭാവികമായ മരണം വരിച്ചു കുറെ നാളുകൾക്ക് ശേഷം. അങ്ങനെ ത്വലഹ റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടു 3 ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായിട്ട്. അതിൽ 3ാമത് മരിച്ച സ്വാഭാവികമായ മരണത്തിന് വിധേയനായ ആൾ ആദ്യം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ച 2ാമത് രക്തസാക്ഷിത്വം വരിച്ചയാൾ 2ാമതും, ആദ്യം രക്തസാക്ഷിത്വം വരിച്ചയാൾ 3ാമതുമായി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നു. ത്വലഹ റളിയല്ലാഹു അൻഹുവിന് അത്ഭുതമായി. എന്താണ് സംഭവം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ കാര്യം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ അൻകർത മിൻ ദാലിക്, എന്ത് പ്രയാസമാണ് നിനക്കതിൽ തോന്നുന്നത്? ലൈസ അഹദുൻ അഫ്ളല ഇൻദല്ലാഹ് മിൻ മുഅ്മിനിൻ യുഅമ്മറു ഫിൽ ഇസ്ലാമി ലിതസ്ബീഹിഹി വതക്ബീരിഹി വതഹ്ലീലിഹി. അത്ഭുതം കൂറാനൊന്നുമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഒരാൾ അവന് ദീനിലായി കൊണ്ട് ആയുസ് നൽകപ്പെടുന്നു. അവൻ തസ്ബീഹുകളും തക്ബീറുകളും തഹ്ലീലുകളും അധികരിപ്പിക്കുന്നു. അപ്പോ 2ാമത് മരിച്ചയാൾ ആദ്യത്തെയാളെക്കാൾ കൂടുതൽ അദ്കാറുകൾ പറഞ്ഞിട്ടുണ്ട്. 3ാമത് മരിച്ചയാൾ അവർ 2 പേരെക്കാൾ കൂടുതൽ ദിക്റുകൾ ചെയ്തിട്ടുണ്ട്. ചില ഹദീസുകളിൽ അവർ കൂടുതൽ നോമ്പെടുത്തതായി, നമസ്കരിച്ചതായി, സുജൂദുകൾ ചെയ്തതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോ ഇത് വലിയൊരു സന്ദേശമാണ്. ഒരാൾ അള്ളാഹുവിന്റെ തൃപ്തിയിലായിക്കൊണ്ട് എത്രയധികം ജീവിക്കാൻ സാധിക്കുന്നുവോ അത് ദിക്റിലായിക്കൊണ്ട് അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ എമ്പാടും ധാരാളക്കണക്കിന് ആയത്തുകൾ കാണാം. യാ അയ്യുഹല്ലദീന ആമനു ഉസ്കുറുല്ലാഹ ദിക്റൻ കസീറ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം. അള്ളാഹുവിനെ സ്മരിക്കണമെന്നല്ല പറഞ്ഞത്, ദിക്റൻ കസീറ, ധാരാളമായി കൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് ദിക്ർ ചൊല്ലേണ്ടതുണ്ട്. വീണ്ടും അള്ളാഹു പറയുന്നു, ഫദ്കുറൂനി അദ്കുർക്കും, വളരെ അത്ഭുതകരമായ ഒരു ആയത്താണ്. നിങ്ങൾ എന്നെ ഓർത്തുകൊള്ളുക, എനിക്ക് നിങ്ങൾ ദിക്ർ ചൊല്ലിക്കൊള്ളുക. അദ്കുർക്കും, ഞാൻ നിങ്ങളെ ഓർക്കുന്നതാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു പറയുകയാണ്, നിങ്ങൾ എന്നെ ഓർമ്മയുള്ളവരാണോ? നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ, നിങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകളിൽ, നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളിൽ,
ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ, മക്കളുമായുള്ള ഇടപാടുകളിൽ, അയൽവാസികളുമായുള്ള ഇടപാടുകളിൽ, കച്ചവടങ്ങളിൽ നിങ്ങൾ എന്നെ ഓർക്കലുണ്ടോ? എന്റെ നിയമങ്ങൾ, വിധിവിലക്കുകൾ, ഹലാലുകൾ പാലിക്കലുണ്ടോ? അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടാണോ നിങ്ങളുടെ ഇടപാടുകൾ? എന്നാൽ അള്ളാഹു നിങ്ങളെ സ്മരിക്കുന്നതാണ്, നിങ്ങളെ ഓർക്കുന്നതാണ്. വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എനിക്ക് നന്ദിയുള്ളവരാകണം, നന്ദികേട് ചെയ്യുന്നവരാകാൻ പാടില്ല. വീണ്ടും മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നു, വദ്കുർ റബ്ബക ഫീ നഫ്സിക്, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സ്മരിച്ചുകൊള്ളുക മനസ്സിൽ. ഫീ നഫ്സിക്, വലിയ ഒച്ചയും ബഹളം ഉണ്ടാക്കേണ്ടതില്ല. ഫീ നഫ്സിക തദർറുഅൻ വഖീഫ വദൂനൽ ജഹർ, വലിയ ഒച്ചയുണ്ടാക്കാതെ നിങ്ങളുടെ മനസ്സിൽ വളരെ വിനയാന്യതരായിക്കൊണ്ട് താഴ്മയോടെയാണ് അള്ളാഹുവിനെ സ്മരിക്കേണ്ടത്. ശബ്ദമുയർത്താതെ ഭയപ്പാടോടുകൂടിയിട്ട്. അതേപോലെ തന്നെ മിനൽ ഖൗലി ബിൽ ഗുദുവി വൽ ആസാൽ, ശബ്ദം താഴ്ത്തിക്കൊണ്ട് ദിക്റുകൾ പറയണം, രാവിലെയും വൈകുന്നേരവും വേണം. വലാ തകും മിനൽ ഗാഫിലീൻ, ഗാഫിലീങ്ങളിൽ പെട്ടുപോകരുത്, നിങ്ങൾ അശ്രദ്ധയുള്ള ആളുകളിൽ പെട്ടുപോകരുത്. അശ്രദ്ധാലുക്കളുടെ പ്രത്യേകത, അവർ അള്ളാഹുവിനെ സ്മരിക്കുന്നവരല്ല, അവർക്ക് ആഖിറത്തെ സംബന്ധിച്ചുള്ള ബോധമുണ്ടാവുകയില്ല. ദുനിയാവിലുള്ള ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളത് മാത്രമായിരിക്കും ഗഫലത്തുള്ള ആളുകളുടെ ചിന്ത. അങ്ങനെ നിങ്ങളായി പോകരുത്, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുന്നവരാകണം, ഗഫലത്തിൽ പെട്ടുപോകരുത്. മറ്റൊരു ഹദീസിൽ, ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറയുന്നുണ്ട്, വഅന മഅഹു ഇദാ ദക്കറനി, ഞാൻ അവനോട് കൂടെയുണ്ട് അവൻ എന്നെ സ്മരിച്ചാൽ. അള്ളാഹുവിന്റെ മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ രണ്ടു വിധമാണ്. അള്ളാഹു കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടു വിധേനയാണ്. ഒന്ന്, പ്രത്യേകമായ അള്ളാഹുവിന്റെ മഅയ്യത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന വിശ്വാസികളായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് സഹായം ചെയ്തുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു അവരുടെ കൂടെ ഉണ്ടാകും. മൂസ അലൈഹിസ്സലാമിനെ, ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ ഫിർഔനിന്റെ അടുക്കലേക്ക് നിയോഗിക്കുമ്പോൾ അള്ളാഹു പറയുന്ന പോലെ, ഞാൻ നിങ്ങളുടെ ഇരുവരുടെയും കൂടെയുണ്ട്, പോയിക്കൊള്ളുക, പേടിക്കേണ്ടതില്ല, അള്ളാഹുവിന്റെ സഹായം ലഭിക്കും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതുപോലെ, ഈ ഇരുവർക്ക് നമ്മുടെ രണ്ടുപേരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉണ്ട്, മൂന്നാമതായി അള്ളാഹുവിന്റെ സഹായമുണ്ട്. അതാണ് ഉദ്ദേശം. നിങ്ങളുടെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് രക്ഷയേകാൻ, നിങ്ങൾക്ക് വഴി തുറന്നു തരാൻ അള്ളാഹു ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അതാണ്, അള്ളാഹു നമ്മുടെ കൂടെ അവന്റെ ശരീരം കൊണ്ടുണ്ട് എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. വേറൊരർത്ഥമുണ്ട്, വഹുവ മഅക്കും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ചില പരാമർശങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അള്ളാഹു നിങ്ങളെ കേൾക്കുന്നുണ്ട്, അള്ളാഹു നിങ്ങളെ അറിയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പോ ഇവിടെ വഅന മഅഹു ഇദാ ദക്കറനി, എന്നെ അവൻ സ്മരിക്കുകയാണെങ്കിൽ അവന്റെ കൂടെ ഞാനുണ്ട്. പ്രത്യേകമായ ഖാസായ സ്പെഷ്യലായ അള്ളാഹുവിന്റെ മയ്യത്താണത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഫഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, ഒരാൾ അള്ളാഹുവിനെ അവന്റെ നഫ്സിൽ സ്മരിക്കുകയാണ്, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നഫ്സിൽ അവനെയും സ്മരിക്കും, ഓർക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു നമ്മെ കുറിച്ച് ഓർക്കുക. അള്ളാഹു അവന്റെ നഫ്സിൽ, അള്ളാഹുവിന്റെ സിഫത്താണ് അള്ളാഹുവിന് നഫ്സുണ്ട് എന്നുള്ളത്. അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവനുണ്ട് യാഥാർത്ഥ്യമായ രീതിയിൽ. അതെപ്രകാരമാണ് നമുക്കറിയില്ല. അപ്പൊ അള്ളാഹുവിനെ ഒരാൾ സ്മരിച്ചാൽ, മനസ്സിലാണ് സ്മരിക്കുന്നതെങ്കിൽ അള്ളാഹു അവന്റെ നഫ്സിൽ ആ മനുഷ്യന് സ്മരിക്കും. വഇൻ ദക്കറനി ഫീ മലഇൻ, ഒരു സമൂഹത്തിലാണ് ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുന്നത്, പറയുന്നത്, അള്ളാഹുവിന്റെ നിയമങ്ങൾ പഠിക്കുകയാണ്, ഹലാല് ഹറാമുകൾ പറയുകയാണ്, അള്ളാഹുവിനെ കുറിച്ച് അവന്റെ വിശേഷണങ്ങൾ പറയുകയാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ സമൂഹത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹുവിനെ സ്മരിച്ചാൽ, ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻഹും, ആ സമൂഹത്തെക്കാൾ ഉത്തമമായ സമൂഹത്തിൽ മലായിക്കത്തുകളുടെ ഇടയിൽ അവരെ കുറിച്ച് അള്ളാഹു സ്മരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ദിക്ർ ചെല്ലുക. ദിക്ർ ചെല്ലുന്നത് പലപ്പോഴും ആളുകൾ അതിനെ നിസ്സാരവൽക്കരിച്ചവരുണ്ട്. ചില ആളുകൾ അദ്കാറുകളെ ഒരു കച്ചവടവൽക്കരിച്ച രീതി കാണാൻ സാധിക്കും. സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ദിക്ർ ഹൽക്കകൾ സംഘടിപ്പിച്ചുകൊണ്ട്, ദിക്ർ ഹൽക്ക ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നതാണ്. ശറഈയായ ദിക്ർ ഹൽക്കകളുണ്ട്.
എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത രീതിയിൽ അതിനെ കച്ചവടവൽക്കരിച്ചുകൊണ്ട് ചില ആളുകൾ ദിക്ർ ഹൽക്കകളുമായി രംഗത്ത് വന്നപ്പോൾ ദിക്റിനെ തന്നെ ആളുകൾ എന്ത് ചെയ്തു? അത് ഒരു മോശമായ ഏർപ്പാടാണ്. അള്ളാഹുവിനെ സ്മരിക്കുന്നത് ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അത് അത്ര സുഖകരമായ കാര്യമല്ല എന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട്. അങ്ങനെ ശറഈയായി നിയമമാക്കപ്പെട്ട അദ്കാറുകളെ തന്നെ എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു ഒരു വലിയ സമൂഹം. ഇത് വലിയ അബദ്ധമാണ്. അള്ളാഹുവിനെ സ്മരിക്കുക, നിരന്തരം നാവുകൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക, നാവിനെ നനപ്പിച്ചുകൊണ്ടിരിക്കുക ദിക്റുകൾ കൊണ്ട്, ഇത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉത്ലു മാ ഉഹിയ ഇലൈക മിനൽ കിതാബി വഅഖിമിസ് സ്വലാ. നബിയെ, താങ്കൾക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നതിനെ കിതാബിൽ നിന്ന് അത് ഓതിക്കൊടുത്തുകൊണ്ടിരിക്കുക, പാരായണം ചെയ്യുക, നമസ്കാരം നിലനിർത്തുക. നമസ്കാരം തിന്മകളിൽ നിന്ന് ഒരു മനുഷ്യനെ തടുത്തു നിർത്തും. എന്നിട്ട് അല്ലാഹു പറയാണ്, വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. ദിക്റാണ് ഏറ്റവും മഹത്തായ കാര്യം, ഏറ്റവും ഉന്നതമായ കാര്യം അള്ളാഹുവിനെ സ്മരിക്കലാണ്. അള്ളാഹുവിനെ സ്മരിക്കുന്നത് അള്ളാഹു ഏറ്റവും വലിയ കാര്യമായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദിക്ർ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നി ലഉഹിബ്ബുക യാ മുആദ്. അല്ലയോ മുആദേ, ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുന്നു. മുആദ് റളിയല്ലാഹു അൻഹു തിരികെ പറഞ്ഞു, വഅന ഉഹിബ്ബുക യാ റസൂലല്ലാഹ്. ഞാൻ അങ്ങയെയും ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിന്റെ ദൂതരെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വസിയ്യത്ത്, ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. ദിക്ർ നിരന്തരം ഉണ്ടാകാനുള്ളതായ അതിന് സഹായകരമാകുന്ന ഒരു കാര്യമാണ്. ദിക്ർ ചൊല്ലണമെന്നുണ്ടാകും, പക്ഷേ അതിനുള്ള തൗഫീഖ് ലഭിക്കണമെങ്കിൽ അള്ളാഹു തന്നെ തീരുമാനിക്കണം. ദിക്ർ ചെയ്യണമെങ്കിൽ, ദിക്റുള്ള ജീവിതമാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? മുആദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, കൈ പിടിച്ചുകൊണ്ട്, ഫലാ തദഅ അൻ തഖൂല ഫീ കുല്ലി സ്വലാത്തിൻ. ഒരു നമസ്കാരത്തിലും നീ പറയാതെ പോകരുത്, എല്ലാ നമസ്കാരത്തിലും നീ പ്രാർത്ഥിക്കണം. എപ്പോഴാണെന്ന് ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട്. സലാം വീട്ടുന്നതിന് മുമ്പ്, തശഹൂദിന് ശേഷം, സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം പ്രധാനപ്പെട്ട പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളിൽ ഒന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരിക്കലും താങ്കൾ വിട്ടുപോകരുത് ഈ പ്രാർത്ഥന. എല്ലാ നമസ്കാരങ്ങളിലും ആ പ്രാർത്ഥന പറയണം. ഏതാണ് ആ പ്രാർത്ഥന? റബ്ബി അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. റബ്ബേ, എനിക്ക് നിന്റെ സഹായം വേണം, നിന്നെ സ്മരിക്കാൻ, നിന്നെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ, എന്റെ ജീവിതത്തിലുടനീളം നിന്നെക്കുറിച്ചുള്ള സ്മരണകളുമായി കഴിച്ചുകൂട്ടാൻ നിന്റെ സഹായം എനിക്ക് വേണം. നീ എന്നെ സഹായിക്കണം, നിന്നെ സ്മരിച്ചുകൊണ്ട് ജീവിക്കാൻ, നിനക്ക് നന്ദി രേഖപ്പെടുത്താൻ, അതേപോലെ തന്നെ ഏറ്റവും ചൊവ്വായ നല്ല രീതിയിൽ നിനക്ക് ഇബാദത്തുകൾ അർപ്പിക്കാൻ അള്ളാഹുവേ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന ഒരിക്കലും വിട്ടുപോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ദിക്ർ ഒരു വിശ്വാസിയുടെ മനസ്സിൽ നിരന്തരം കൊണ്ടു നടക്കണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് അവന് ലഭിക്കേണ്ടതുണ്ട്. ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് അവന്റെ ജീവിതത്തിൽ ദാക്കിരീങ്ങളിൽ ഉൾപ്പെടാൻ സഹായകരമാകും എന്നുള്ളതാണ്. അള്ളാഹു പറയുന്നത് കാണാം, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമ. ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുന്ന പുരുഷന്മാരും അതേപോലെ തന്നെ അള്ളാഹുവിനെ സ്മരിക്കുന്ന സ്ത്രീകളും, പ്രത്യേകം അള്ളാഹു പറഞ്ഞിരിക്കുന്ന രണ്ടു കൂട്ടരെയും, ധാരാളമായി കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ വഅജ്റൻ അദീമ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്ക് പാപമോചനം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള പറയാണ്. ഉലമാക്കൾ പറയുന്നത് കാണാം, ഒരു മനുഷ്യൻ ഏറ്റവും അധികം ഖേദിക്കേണ്ടി വരിക, നാളെ ആഖിറത്തിൽ ദുഃഖിക്കേണ്ടി വരിക, വിരലുകടിക്കേണ്ടി വരിക എത്രയോ സമയമായിരുന്നു, എത്രയോ ദിക്റുകൾ അള്ളാഹുവിന് വേണ്ടി അർപ്പിക്കാമായിരുന്നു. പക്ഷേ ദിക്റുകൾ പറയാതെ സമയം കൊന്നുകളഞ്ഞതിനെ കുറിച്ച് ഓർത്തുകൊണ്ട് മനുഷ്യർ ഖേദിക്കേണ്ടി വരും. ഒരു സുബ്ഹാനല്ലാഹയാണെങ്കിലും ഒരു അൽഹംദുലില്ലയാണെങ്കിലും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യങ്ങളായി പഠിപ്പിക്കപ്പെട്ട അദ്കാറുകളുണ്ട്. ഈ അദ്കാറുകൾ പറയാതെ സമയം കൊല്ലിച്ച് കളഞ്ഞാൽ അതിനുവേണ്ടി ഖേദിക്കേണ്ടി വരും എന്ന് ഉലമാക്കൾ പറയുന്നത് കാണാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു യാത്രയിൽ പറഞ്ഞു, സബഖൽ മുഫരിദൂൻ, മുഫരിദീങ്ങൾ ഇതാ മുന്നേറിയിരിക്കുകയാണ്, അവർ അതിവേഗം വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സഹാബികൾ ചോദിച്ചു, വമൽ മുഫരിദൂൻ, ആരാണ് നബിയെ മുഫരിദീങ്ങൾ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അസ്സാകിറൂന അല്ലാഹ കസീറൻ വസ്സാകിറാത്ത്, ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമാണ്, അവരാണ് നന്മകളിൽ മുൻകടന്നിരിക്കുന്ന ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ നന്മകളിൽ മുൻകടക്കണമെങ്കിൽ ഉലമാക്കൾ പറയുന്നുണ്ട്, ധാരാളമായി സ്മരിക്കുന്ന ആളുകളിൽ ഉൾപ്പെടണമെങ്കിൽ നിർബന്ധമായ അദ്കാറുകൾക്ക് പിന്നാലെ അവൻ രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകൾ പതിവാക്കുക. അതേപോലെ തന്നെ നിത്യജീവിതത്തിൽ കിടക്കാൻ നേരത്ത് ഉണരുമ്പോഴുള്ളതായ പ്രാർത്ഥനകൾ ഇത് പതിവാക്കുക. ഇങ്ങനെ പതിവാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നിരന്തരം അള്ളാഹുവിനെ സ്മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും എന്നതിന് വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറഞ്ഞത് കാണാൻ സാധിക്കും. മാത്രമല്ല അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് ഏറ്റവും വലിയ ഒരു നേട്ടം, ഒരു മനുഷ്യൻ ദാക്കിറാണ് എങ്കിൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ഓരോ മനുഷ്യരും വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഈ കാലത്ത് കുട്ടികളുടെ മക്കളുടെ കാര്യമോർത്ത് വലിയ ബേജാറിലാണ് ആളുകൾ, വലിയ ദുഃഖങ്ങളിലാണ്. പല പല വ്യതിയാന ചിന്തകൾ അവരിലേക്ക് കടന്നു വരുന്നു. പല രീതിയിൽ മാതാപിതാക്കൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മക്കളെ കൊണ്ട്, പേരമക്കളെ കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വലിയ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. കുട്ടികളെ ദാക്കിറീങ്ങളായിട്ട് വളർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദിക്ർ അതിനുള്ള ഒരു പരിഹാരമാണ്. മാത്രമല്ല നാം ദിക്ർ ചെല്ലുന്നത് മുഖേന നമ്മുടെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം നൽകും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ലാ യറുദ്ദുല്ലാഹു അസ്സ വജല്ല ദുആഅഹും, 3 വിഭാഗം ആളുകളുടെ പ്രാർത്ഥനകളെ അല്ലാഹു സുബ്ഹാനഹു വതആല തള്ളിക്കളയുകയില്ല. അതിൽ ഒന്നാമതായി പറഞ്ഞത് അസ്സാകിറുല്ലാഹ അസ്സ വജല്ല കസീറൻ, ധാരാളം അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നവൻ ആരാണോ അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രാർത്ഥിച്ചാൽ ഉത്തരം കൊടുക്കും. നിരന്തരം അല്ലാഹുവിനെ ദുആ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന, ദിക്ർ ചൊല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രയാസഘട്ടത്തിൽ മാത്രമല്ല, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുക. അതിനപ്പുറം ക്ഷേമകാലത്ത്, ഐശ്വര്യമുള്ളപ്പോൾ, പ്രയാസങ്ങളില്ലാത്തപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, സമ്പത്തുള്ളപ്പോൾ ആരാണോ അള്ളാഹുവിനോർത്ത് ജീവിച്ചവൻ, സമ്പത്തില്ലാത്ത സമയത്ത്, ക്ഷാമകാലത്ത്, പ്രയാസങ്ങൾ മുന്നിൽ കാണുമ്പോൾ അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? അവന് ദുആഇന് ഉത്തരം നൽകും, അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. രണ്ടാമതായി പറഞ്ഞു വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയും അള്ളാഹു തള്ളിക്കളയുകയില്ല, അള്ളാഹു അത് സ്വീകരിക്കും. വൽ ഇമാമുൽ മുഖ്സിത്ത്, നീതിമാനായ ഭരണാധികാരി, അവന്റെ പ്രാർത്ഥനയ്ക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകും എന്ന് പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റിന്റെ മഹത്വത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല അമൽ ഏതാണെന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ചെയ്യുന്ന അമലുകളിൽ വ്യത്യസ്തങ്ങളായ അമലുകൾ ചെയ്യുന്നവരാണ്. സ്വഹാബികൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും നബിയോട്, ഏതാണ് നബിയെ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്നെ സഹായിക്കുന്ന അമൽ ഏതാണ് നബിയെ? വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ഖൈറായ അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? വഅസ്കാഹാ ഇൻദ മലീകികും, നിങ്ങളുടെ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായ അമലാണത്. വഅർഫഇഹാ ഫീ ദറജാതികും, നിങ്ങളുടെ ദറജകൾ ഏറ്റവും അധികം ഉയർന്നു പോകുന്ന, സ്വർഗ്ഗത്തിൽ വ്യത്യസ്തങ്ങളായ ദറജകളാണ്, ആ ദറജകൾ ഏറ്റവും ഉയർച്ച ലഭിക്കുന്ന ഒരു അമൽ. വഖൈരിൽ ലക്കും മിൻ ഇൻഫാഖിൽ ദഹബി വൽ വരിഖ്, സ്വർണ്ണവും വെള്ളിയും നിങ്ങൾ ദാനം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമാണത്. വഖൈരിൽ ലക്കും മിൻ അൻ തൽഖൗ അദുവക്കും ഫതദ്രിബു അഅനാകഹും വയദ്രിബു അഅനാകക്കും, നിങ്ങൾ ശത്രുവുമായി ഏറ്റുമുട്ടുകയും അവർ നിങ്ങളുടെ കഴുത്തുകൾ വെട്ടിക്കളയുന്നു, നിങ്ങൾ അവരുടെ കഴുത്തുകൾ വെട്ടുന്നു, അങ്ങനെ യുദ്ധത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ അതിനേക്കാളും ഖൈറായ അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതെ ഞങ്ങൾക്കറിയണം. റസൂലുള്ളാഹി പറഞ്ഞു, ദിക്റുല്ലാഹി തആല, അല്ലാഹുവിനെ സ്മരിക്കലാണ്. അല്ലാഹുവിനെ സ്മരിക്കലാണ് ഏറ്റവും വലിയ അമൽ. അത് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമാണ്. കാരണം ഒരാൾ ജിഹാദ് ചെയ്യുന്നത് ഈ ദിക്ർ സ്ഥാപിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരാൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏറ്റവും വലിയ അമൽ എന്നുള്ളത് അള്ളാഹുവിനെ സ്മരിക്കലാണ്, ദിക്റാണ്. ദിക്റില്ലാതെ ഒരാൾ കുറെ അമലുകൾ ചെയ്യുന്നു, രാത്രി മുഴുവൻ നമസ്കരിക്കുന്നു, പക്ഷെ അവന്റെ മനസ്സിൽ ദിക്റില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളില്ല. അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നു, ദിക്റുമായി ബന്ധിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അത് ഫലശൂന്യമായി മാറുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ യഥാവിധം പഠിച്ച് അതനുസരിച്ച് അമൽ ചെയ്യാൻ നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين
വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. ദിക്റുള്ളവരായി മാറുക എന്നുള്ളത് വളരെ അനിവാര്യമായ ഘട്ടമാണ്. പ്രത്യേകിച്ചും ഈ കാലത്ത് നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും അള്ളാഹുവിനെ സ്മരിക്കൽ വലിയ പോംവഴിയാണ്, പരിഹാരമാണ്. ഒരാൾ ദിക്റില്ല എങ്കിൽ അവൻ മരിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. റബ്ബിനെ സ്മരിക്കുന്നവൻ്റെയും സ്മരിക്കാത്തവൻ്റെയും ഉപമ ജീവനുള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും ഉപമ പോലെയാണ്. ഒരാൾ അള്ളാഹുവിനെ സ്മരിക്കുന്നുണ്ടെങ്കിൽ അവന് ജീവനുണ്ട്, അവൻ്റെ ഹൃദയം ജീവിക്കുന്നുണ്ട്. അതല്ല അവൻ വലിയ ശക്തനാണ്, നല്ല ആരോഗ്യവാനാണ്. ദിക്റിലെ മരിച്ച് ചത്തുകിടക്കുന്ന ശവം പോലെയാണ് അവൻ, അവൻ്റെ ഹൃദയം മരിച്ചിരിക്കുകയാണ് എന്നുള്ളത് ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വളരെ സുന്ദരമായി ഈ ഒരു ആശയത്തെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നവനാണ് എങ്കിൽ അവൻ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവനായിരിക്കണം. നാവ് നനഞ്ഞുകൊണ്ടിരിക്കുന്ന ദിക്റുകൾ കൊണ്ട്. വിശ്വാസം ഒരിക്കൽ ഒരു സഹാബിക്ക് നൽകിയ ഉപദേശമാണ്, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാ. ആയാസകരമായ, വളരെ പ്രയാസകരമായ അമലുകൾ ചെയ്യാൻ പ്രയാസമുള്ള ഒരു സഹാബിയോട് പറഞ്ഞതാണ്, എനിക്ക് ഏറ്റവും എളുപ്പമുള്ള പണി ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാ. ഒരു പ്രയാസവുമില്ല, നാവ് എപ്പോഴും ദിക്ർ കൊണ്ട് നനവുള്ളവനായിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശം കൊടുത്തു. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കണം. ദിക്ർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, അല്ലെങ്കിൽ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കലാണ്. അള്ളാഹുവിൻ്റെ ആയാത്തുകൾ വായിക്കുക, അതിലെ നിയമങ്ങൾ പഠിക്കുക, ഹലാൽ ഹറാമുകളെ കുറിച്ച് പഠിക്കുക, ഇതെല്ലാം ദിക്റാണ്. ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഒരു സദസ്സ്, തൗഹീദ് പഠിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഫിഖ്ഹിയായ മസ്അലകൾ പറയുന്നു, അഖദീയായ മസ്അലകൾ പറയുന്നു, ഇത് ദിക്റാണ്. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ളതായ ദിക്റിന്റെ പ്രത്യേകമായ അൽഫാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് പറയുക, ഇത് ദിക്റാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ജീവിതത്തിൽ നമ്മുടെ വീടുകളിൽ പലപ്പോഴും പ്രയാസങ്ങൾ ഉണ്ട് എങ്കിൽ അതിന് പരിഹാരം വീട്ടിൽ ദിക്റിന്റെ സദസ്സുകൾ ഉണ്ടാകണം. ഓരോ രക്ഷിതാവിൻ്റെയും ബാധ്യതയാണ് മക്കളെ ആ രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളത്. നമുക്ക് മലയാളത്തിൽ തന്നെ വീട്ടിൽ വായിക്കാൻ പറ്റിയ ഗ്രന്ഥങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ സ്വഹാബികളുടെ ചരിത്രം പറയുന്ന, അമ്പിയാക്കളുടെ ചരിത്രം പറയുന്ന, ഇതെല്ലാം വീട്ടിൽ വായിക്കുക. വീട്ടിൽ അതിൽ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും. ഭാര്യമാരെ വിളിച്ചുകൂട്ടിയിരുത്തുക, മക്കളെ വിളിച്ചുകൂട്ടിയിരുത്തുക, എന്നിട്ട് ദിക്റുകൾ പറയുക. ദിക്റുകൾ പറയുക എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന, ദീനിനെ കുറിച്ച് പറയപ്പെടുന്ന കാര്യങ്ങൾ വായിച്ചു കൊടുക്കുക. അതല്ല അവർക്ക് നല്ല രീതിയിൽ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ആളുകളാണ് എങ്കിൽ ഖുർആനും ഹദീസും എല്ലാം പഠിപ്പിച്ചു കൊടുക്കുക. മസ്ജിദുകളിൽ ദിക്റുകൾ നടക്കുക. മസ്ജിദുകളിൽ ദിക്ർ എന്ന് പറഞ്ഞാൽ ദീൻ പഠിപ്പിക്കപ്പെടലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബവിയിൽ നടക്കുന്നത് പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതലേ നടക്കുന്നതാണ്. ഓരോ വഖത്തുകളിലും ദീൻ പഠിപ്പിക്കപ്പെടുന്നു, ഓരോ കോർണറുകളിലും ദിക്റുകൾ. ഇത് ഓരോ നാടുകളുടെയും ഐശ്വര്യമാണ്. മസ്ജിദുകളുണ്ട്, അത് കാലിയായി ശൂന്യമായി കിടക്കാനുള്ളതല്ല. 5 നേരം നമസ്കരിക്കുന്നു, അവിടെ ദീൻ പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ദീനിന്റെ സദസ്സുകളിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഇത് ഒരു വ്യക്തിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, കുടുംബത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, നാടുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ദിക്റിന്റെ സദസ്സുകൾക്ക് വലിയ പ്രതിഫലമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അള്ളാഹുവിന് ചില മലായിക്കത്തുണ്ട്, അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? യതതബ്ബഉന മജാലിസ ദിക്ർ, ദിക്റിന്റെ മജ്ലിസുകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നവർ അന്വേഷിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ദീർഘമായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എവിടെയെങ്കിലും ഒരു മജ്ലിസ് കണ്ടാൽ, അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുന്ന ദിക്റിന്റെ ഹൽക്കകൾ കണ്ടാൽ, ഈ മലായിക്കത്ത് അവിടെ ഒന്നിരിക്കും. ഇരിക്കുക മാത്രമല്ല, വഹഫ ബഅദുഹും ബഅദൻ ബിഅജ്നിഹതിഹിം, മലായിക്കത്തിന് ചിറകുകളുണ്ട് എന്നാണ്. വ്യത്യസ്തങ്ങളായ ചിറകുകളുണ്ട്. അവർ അവരുടെ ചിറകുകൾ ഇവരുടെ മേൽ താഴ്ത്തി വിരിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ ഹത്താ യംലഉ മാ ബൈനഹും വബൈന സമാഇ ദുനിയ ഫഇദാ തഫറഖു, അങ്ങനെ ദുനിയാവ് മുതൽ 1 ആകാശം വരെയും അവർ മലായിക്കത്ത് അവിടെ അവർ വന്ന് പൊതിഞ്ഞു മൂടുന്നതാണ്. ഇവരുടെ സദസ്സുകളിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ മലായിക്കത്ത് അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് പോകും. വസഇദു ഇല സമാ,
അള്ളാഹു അവരോട് ചോദിക്കും, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ അവർ പറയും, ഞങ്ങൾ ഇന്നയാളുകളുടെ അടുക്കൽ നിന്നാണ്. ജിഇനാ മിൻ ഇൻദി ഇബാദിൻ ലക ഫിൽ അർദ്, ഭൂമിയിലുള്ള ഇന്ന അടിമകളുടെ അടുക്കൽ നിന്നാണ് നിന്നിലേക്ക് വരുന്നത്. യുസബ്ബിഹൂനക്, അവർ നിന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വയുകബ്ബിറൂനക്, നിന്റെ മഹത്വം വാഴ്ത്തുന്നുണ്ടവർ, തക്ബീറുകൾ പറയുന്നുണ്ടവർ. വയുഹല്ലിലൂനക്, തൗഹീദിന്റെ വാക്യങ്ങൾ അവർ പറയുന്നുണ്ട്. വയഹ്മുദൂനക്, നിന്നെ സ്തുതിക്കുന്നുണ്ടവർ. വയസ്അലൂനക്, നിന്നോട് ദുആ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടവർ. അപ്പോ അള്ളാഹു ചോദിക്കും, എന്താണ് അവർ ചോദിക്കുന്നത്? യസ്അലൂനക ജന്നതക്, സ്വർഗം ചോദിക്കുന്നുണ്ട്. അവർ സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇല്ല, സ്വർഗം കണ്ടിട്ടില്ല. അവർ നരകത്തെ തൊട്ട് മോചനം ചോദിക്കുന്നുണ്ട്. അവർ നരകത്തെ കണ്ടിട്ടുണ്ടോ? അവർ പറയും ഇല്ല. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ചോദ്യം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാനിതാ ഉത്തരം നൽകുകയാണ്. അവർക്ക് സ്വർഗമുണ്ട്, അവർക്ക് പാപമോചനമുണ്ട്, നരകത്തിൽ നിന്ന് നാം അവരെ മോചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ മലായിക്കത്ത് പറയും, അല്ലാഹുവേ, അവരിൽ ഒരാൾ ദിക്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, നിന്നെ സ്മരിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല, അവിചാരിതമായി ആ കൂട്ടത്തിൽ വന്നു പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അദ്ദേഹത്തിനും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? പുറത്തു കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തിനും ഞാൻ പുറത്തു കൊടുത്തിരിക്കുകയാണ്. ഫയഖൂലു റബ്ബുൽ വലഹു ഖദ് ഗഫർതു, അവനും ഞാൻ പുറത്തു കൊടുത്തു. ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ബിഹിം ജലീസുഹും, അല്ലാഹുവിനെ സ്മരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നവർ പോലും പരാജയപ്പെട്ടു പോവുകയില്ല. അവിചാരിതമായി ഒന്നുപെട്ടവരാണെങ്കിലും അവർക്കും മഗ്ഫിറത്തുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ദിക്റുള്ള ആളുകളായി മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ ഏറ്റവും നല്ല മാതൃകയാണ്, ഒരു ചികിത്സയാണ്. ദിക്റുകൾ പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും നമുക്ക് നമ്മുടെ മുന്നിൽ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് എന്തെല്ലാം പണികളാണ് നാം ചെയ്യുന്നത്. വളരെ സുന്ദരങ്ങളായ ആപ്പുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന ദിക്റുകൾ മാത്രം പ്രഭാതത്തിൽ ചൊല്ലേണ്ടത്, പ്രദോഷത്തിൽ ചൊല്ലേണ്ടത്, വളരെ കുറഞ്ഞ സമയങ്ങളിൽ നമുക്ക് ചൊല്ലാൻ സാധിക്കും. ഒരു ദിവസം നിങ്ങൾ ചൊല്ലി നോക്ക്, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അള്ളാഹു നല്ല തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു മരിക്കുവോളം അവന്റെ തൃപ്തിയിൽ ജീവിക്കാൻ നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. നമ്മളിലുള്ള രോഗികൾക്ക് അള്ളാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا اغفر لنا ولوالدينا كما ربونا صغارا صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.